കൊല്ലം കുറ്റിച്ചിറ നിവാസിയായ യേശുദാസിൻ്റെ അനുഭവ സാക്ഷ്യം. തങ്കശ്ശേരിയിലാണ് യേശുദാസ് ജനിച്ചത്. ചെറുപ്പകാലം മുതൽ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്ന ഇദ്ദേഹം ഒടുവിൽ കൊലപാതക കേസിൽ പ്രതിയായി പൂജപ്പുര സെൻട്രൽ ജയിലിൽ അകപ്പെട്ടു. ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച നിരവധി ദിവസങ്ങൾ. ഒടുവിൽ ജയിലിലെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ കേട്ട ദൈവവചനം ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിച്ചു. ഞാൻ 11 മക്കളുള്ളൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. 6ാമത്തെ മകനാണ് ഞാൻ. ഞങ്ങളുടെ ദാരിദ്ര്യം നിറഞ്ഞ ജീവിതത്തിനിടയ്ക്ക് വിദ്യാഭ്യാസമൊന്നുമില്ലാതെ അന്നത്തെ വകയ്ക്ക് നിവൃത്തിയില്ലാത്തത് കാരണം ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്ത് ഉപജീവനം നടത്തി വരികയായിരുന്നു. പിന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ മദ്യത്തിന് കഞ്ചാവിനുമൊക്കെ അടിമയായി ജീവിച്ചൊരു കാലമായിരുന്നത്. അങ്ങനെ ഞാൻ വളരെ അധികം തെറ്റുകൾ ചെയ്തു. നാട്ടുകാർക്ക് ദ്രോഹകരമായ ഒരുപാട് പ്രവൃത്തികൾ ചെയ്തു. ഒടുവിൽ ഞാൻ എൻ്റെ ഒരു സ്നേഹിതൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഒരു പ്രവൃത്തി സഹിക്കാൻ മേലാഞ്ഞിട്ട് അവൻ്റെ ജീവനെ അപായപ്പെടുത്തുവാൻ തക്കോണമിടയായിത്തീർന്നു. ഞാൻ സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ഉണ്ടായ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ എൻ്റെ സ്നേഹിതനെ കൊല്ലുവാൻ തീരുമാനിച്ചിട്ട് ഞാൻ കുഴിയെടുത്തിട്ട് കാത്തിരുന്ന് എൻ്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഞാൻ മറ്റൊരുവനെ കൂടെ അതിന് ആയുധമാക്കി മറ്റൊരു സ്നേഹിതനെ കൊണ്ട് അവനെ ഞാൻ കൊല്ലുവാൻ ഉദ്ദേശിച്ച ആളെ സൈറ്റിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഞാൻ അവനെ ഏർപ്പാടാക്കി. അവനിതൊന്നും അറിയാതെ ഈ ആളെ സ്ഥലത്ത് കൊണ്ടുവരികയും ഞാൻ എൻ്റെ സ്നേഹിതനെ അന്നേരത്തെ എൻ്റെ മാനസികാവസ്ഥ മറ്റൊന്നും ചിന്തിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. അതിന് തക്കവണ്ണമുള്ള വിവരവും പക്വതയും എനിക്കില്ലായിരുന്നു. ഞാൻ 18 വയസ്സുള്ള കാലത്താണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു തീരുമാനമെടുത്ത് നിവർത്തിക്കാൻ എൻ്റെ സ്നേഹിതനെ ആയുധമാക്കി. ഇവർ രാത്രി 12 മണിക്ക് അവിടെ കടന്നു വന്നു. ഞാൻ എൻ്റെ സ്നേഹിതനെ കൊല്ലുവാനും കൊന്ന് കുഴിച്ചു മൂടുവാനും തക്കവണ്ണം വേണ്ടയായി. അതിനുശേഷം മാസങ്ങൾക്ക് ശേഷം പോലീസിനെ അറസ്റ്റ് ചെയ്യുവാനും ഞാൻ പോലീസ് കസ്റ്റഡിയിൽ സബ് ജയിലിൽ റിമാൻഡിലാകുവാനും ഇവിടെയായി തീർന്നു. ഞാൻ കോടതിയുടെ ശിക്ഷാവിധി അനുസരിച്ച് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് കടന്നുപോയി. ജയിലിൽ കയറിയ കാലം തൊട്ട് ഞാൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് എനിക്ക് വലിയ ബോധ്യമൊന്നുമില്ലെങ്കിലും കുറ്റബോധം അല്ലെങ്കിൽ ആ ചെയ്ത പ്രവൃത്തിയുടെ ഒരു മാനസിക ഭാരം എന്നെ വല്ലാതെ അലട്ടി. ഞാൻ ഒരു യന്ത്രം കണക്കെയാണ് തടവറയിലായിരുന്നത്. തിരുവനന്തപുരം പൂജ സെൻട്രൽ ജയിലിൽ ചെല്ലുമ്പോഴും ഞാൻ അവിടെ കിടന്ന് പല പ്രാവശ്യം ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ ഞാൻ പല മാർഗങ്ങൾ അന്വേഷിച്ച് ഒരിക്കൽ ഞാൻ ആത്മഹത്യ ചെയ്യുവാനായിട്ട് പുതയ്ക്കാനുള്ള ബ്ലാങ്കറ്റ് എടുത്ത് ബാത്റൂമിൽ കയറി എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ യാദൃശ്ചികം മറ്റൊരു സ്നേഹിതൻ കണ്ടുപിടിച്ചിട്ട് അത് പരാജയപ്പെട്ട് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞായറാഴ്ച തടവറയിൽ ദൈവദാസന്മാർ കടന്നു വന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്ന ഒരു പതിവുണ്ട്. എല്ലാ ഞായറാഴ്ചയും അവർ കടന്നു വരാറുണ്ട്. എൻ്റെ കൂടെയുള്ള പലരും അവിടെയൊക്കെ പോയി ആരാധനയ്ക്ക് കൂടുകയും ഒക്കെ സന്തോഷത്തോടൊക്കെ മടങ്ങി വരികയും ചെയ്യാറുണ്ട്. അങ്ങനെ ഒരിക്കലും ഒരു സ്നേഹിതൻ എന്നെ വിളിച്ച് പറഞ്ഞു, നീ ഇങ്ങനെ നിരാശപ്പെട്ട് ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവനോടൊപ്പം ആ തടവറയ്ക്ക് ഉള്ളിലുള്ള ആ ദൈവാലയത്തിലേക്ക് ചെന്ന് കയറി. ഞാൻ ചെല്ലുമ്പോൾ വളരെ 10-40ഓളം പേർ കൂടിയിരിപ്പുണ്ട്. പുറത്തു നിന്ന് കടന്നു വന്ന പാസ്റ്റർ മോസസ് അദ്ദേഹം ദൈവവചനം സംസാരിക്കാൻ തുടങ്ങി. ഈ ദൈവവചനം സംസാരിക്കുന്നത് മുഴുവനും എൻ്റെ ഹൃദയത്തിലായിരുന്നു കൊണ്ടിരുന്നത്. എന്നാൽ അതിനു മുമ്പിൽ ഞാൻ എന്നെ കീഴ്പ്പെടുത്താനോ അല്ലെങ്കിൽ എന്നെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറായില്ല. ഞാൻ അവിടെ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ വീണ്ടും എൻ്റെ മുറിയിലേക്ക് പോയി. പിന്നെയും ഒരാഴ്ചയോളം ഈ ഞാനും എൻ്റെ ആത്മഹത്യാ പ്രവണതയുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രിയിൽ ഞാൻ അറിയാതെ വാവിട്ട് കരഞ്ഞു. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് കരഞ്ഞു. അപ്പോഴെനിക്ക് പെട്ടെന്ന്
ആ ദൈവദാസൻ പറഞ്ഞ ദൈവവചനമാണ് ഓർമ്മ വന്നത്. ഞാൻ ആ കിടക്കെ കിടന്ന് ദൈവത്തെ വിളിച്ച് കരഞ്ഞു. എന്തു പറയണം അല്ലെങ്കിൽ എന്ത് ചോദിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ ദൈവമെന്ന് വിളിച്ച് കരയുക മാത്രമേ ചെയ്തുള്ളൂ. അങ്ങനെ ആ കരച്ചിലിന് ശേഷം എൻ്റെ മനസ്സിൽ ചെറിയൊരു ആശ്വാസം തോന്നി. അങ്ങനെ അടുത്ത ഞായറാഴ്ച ആയപ്പോഴും എനിക്ക് തോന്നി ആത്മാർത്ഥമായിട്ട് ഒന്ന് ആരാധനയ്ക്ക് കൂടണമെന്ന്. ഞാനങ്ങനെ ആ ദൈവാലയത്തിലേക്ക് കടന്നു ചെന്നു. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ശരിയായി കർത്താവിൻ്റെ ഒരു സ്പർശനം അറിയുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ മനസ്സിനകത്ത് ഒരു പുതിയ ക്രിയ നടക്കുന്നതായ ഒരു അനുഭവം എനിക്കുണ്ടായി. എൻ്റെ മനസ്സിൻ്റെ ആ ഭയവും ആ നിരാശയും ഒക്കെ മാറി എനിക്കൊരു പുതിയ സ്വാതന്ത്ര്യം വന്ന കണക്ക് മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമുണ്ടായി. അങ്ങനെ ഞാൻ ആ സന്തോഷത്തിൽ തന്നെ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ചെയ്ത പാപം, എൻ്റെ തെറ്റുകൾ ഏറ്റു പറയാൻ തുടങ്ങി. വർഷങ്ങൾ നീണ്ട ജയിൽവാസം പകർന്നു നൽകിയത് ഘനമേറിയ ജീവിതാനുഭവങ്ങളാണ്. ചെയ്തുപോയ തെറ്റുകളെ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ ഏറ്റുപറഞ്ഞപ്പോൾ ദിവ്യ സമാധാനം ഹൃദയത്തിൽ നിറഞ്ഞു. അങ്ങനെ വളരെ നേരം പ്രാർത്ഥിച്ചു. ദൈവസന്നിധിയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ദൈവദാസൻ വന്ന് എന്നെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ദൈവസന്നിധിയിൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടതെന്നുള്ളത് ദൈവദാസൻ എന്നോട് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ദൈവത്തോട് എൻ്റെ പാവങ്ങൾ, ഞാൻ ചെയ്ത പ്രവൃത്തികളെ എൻ്റെ പരിജ്ഞാനത്തിനനുസരിച്ച് ഞാൻ ദൈവത്തോട് പറഞ്ഞു. അതിനുശേഷം ഞാൻ മുറിയിലേക്ക് കടന്നു. അപ്പോൾ എനിക്ക് വായിക്കാൻ അറിയില്ല, എഴുതാനും വേണം അറിയില്ല. അങ്ങനെ ഒരു ദിവസം വേദപുസ്തകം വായിക്കണമെന്നുള്ള വാഞ്ച എനിക്കിങ്ങനെ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ അതിയായിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം രാത്രി ഞാൻ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ കിടക്കയിൽ തന്നെ ഞാൻ വേദപുസ്തകം എടുത്തു വെച്ചിട്ട് പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് വേദപുസ്തകം വായിക്കണം, ദൈവവചനത്തെക്കുറിച്ച് അറിയണം, ദൈവത്തിൻ്റെ കൽപ്പനകളെയും വഴികളെയും കുറിച്ച് അറിയണമെന്നുള്ള ആ ദാഹത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. മൂന്നാം ദിവസമായപ്പോൾ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എനിക്ക് വായിക്കുവാൻ യാന്ത്രികമായിട്ട് വായിക്കാൻ കഴിഞ്ഞു. ഞാൻ ദൈവവചനം വായിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ എനിക്കത് താഴെ വയ്ക്കാൻ തോന്നിയില്ല. അതുപോലത്തെ ഒരു അനുഭവമായിരുന്നു. ഞാൻ ദൈവവചനം വായിച്ച് വളരെ പെട്ടെന്ന് തന്നെ 3-4 പ്രാവശ്യം ഞാൻ വേദപുസ്തകം വായിച്ചു തീർത്തു. അത്രയ്ക്ക് ദാഹമായിരുന്നു എനിക്ക്. അങ്ങനെ ആ തടവറയിൽ കടന്നു രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഞാൻ ദൈവസന്നിധിയിൽ പുതിയ ചില തീരുമാനങ്ങളെടുത്തു. എന്തായാലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇനി മടങ്ങിപ്പോയി എൻ്റെ സ്നേഹിതന്മാരുമായിട്ട് എൻ്റെ നാട്ടിലും എനിക്ക് പഴയ മനുഷ്യനായി ജീവിക്കാൻ കഴിയില്ല. ശിഷ്ടകാലം ദൈവത്തിന് വേണ്ടി ജീവിക്കാമെന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തു. അങ്ങനെ അതിൻ്റെ തുടക്കം വന്നുകൊണ്ട് ഞാൻ ആ തടവറയ്ക്കകത്ത് തന്നെ പുതുതായി കടന്നു വരുന്ന മറ്റുള്ള സഹോദരന്മാരോട് ചെന്ന് അവരോട് കർത്താവിനെ കുറിച്ച് പറയാൻ, അവരെ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ക്ഷണിക്കാൻ ദൈവം എന്നെ ഉപയോഗിച്ചു. രാവിലെ 8 മണിക്ക് ജോലി സ്ഥലത്ത് കടന്നു പോയി വൈകിട്ട് 4 മണിക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ 2 മണിക്കൂർ ഫ്രീ ടൈം കിട്ടും. ഈ 2 മണിക്കൂർ കൊണ്ട് പോകാവുന്നിടത്തോളം സെല്ലുകളിൽ പോയി പോകാവുന്നിടത്തോളം സഹോദരന്മാരെ കണ്ട് അവരോട് ദൈവവചനം പറയാനും എൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയാനുമൊക്കെ ദൈവം എനിക്ക് ഇടയാക്കി. അതുവഴി അനേകർക്ക് ദൈവവചനം പരിചയപ്പെടുത്താൻ, അവർ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, അതെൻ്റെ പ്രവൃത്തിയല്ല, ഞാൻ എൻ്റെ ഉത്തരവാദിത്വം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലങ്ങൾ സാക്ഷ്യത്തിലൂടെ പലപ്പോഴും കേൾപ്പാനും ദൈവം എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് എനിക്ക് മനസ്സിലായ ഏറ്റവും വലിയൊരു കാര്യം, ഞാനൊരിക്കൽ ആ തടവറയിൽ ഒരു സഹോദരന് ഈ പൊള്ളലേറ്റ് താൻ വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തീ വെച്ച് കൊന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. വാസ്തവത്തിൽ അദ്ദേഹത്തോട് ഞാൻ വ്യക്തിബന്ധമായി സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നിട്ടില്ല. അപ്പോൾ അടുപ്പിൽ തീ അവളുടെ ശരീരത്തിൽ പടർന്നപ്പോൾ ഞാൻ ചെന്ന് പിടിക്കുകയാണ് ഉണ്ടായത്. പിടിച്ച് ആ തീ എൻ്റെ മേലുമായി. അത് വാസ്തവമാണ്, അദ്ദേഹത്തിൻ്റെ ദേഹവും പൊള്ളിയിരുന്നു. എന്നാൽ നിത്യം വീട്ടിൽ കലഹമുണ്ടായിരുന്നത് കൊണ്ട് എല്ലാവരും തെറ്റിദ്ധരിച്ചത് അദ്ദേഹമാണ് ആ ഭാര്യയെ തീ വെച്ചു എന്നുള്ളതായിരുന്നു. വാസ്തവം അതായിരുന്നില്ല. അങ്ങനെ ആ സഹോദരൻ ഒരിക്കൽ ക്യാൻസർ വന്നിട്ട് ആ തടവറയ്ക്കുള്ളിൽ ആശുപത്രിയിൽ വാർഡുകളുണ്ട്. ആ വാർഡിൽ ഒരു ഭാഗത്ത് ഇദ്ദേഹത്തെ കൊണ്ട് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ആരും ശുശ്രൂഷിപ്പാനില്ല, ഇദ്ദേഹത്തെ പരിചരിക്കാനും ആരുമില്ല. ഞാനൊരിക്കൽ ഇതുപോലെ വൈകുന്നേര സമയത്ത് ട്രാക്ട് കൊടുക്കാനായിട്ട് അവിടെ കടന്നു ചെല്ലുമ്പോൾ ഈ സഹോദരൻ കിടക്കുന്ന ആ ഭാഗത്ത് 10-12 ബെഡുണ്ട്.
അതിൻ്റെ ഒരു മൂലയ്ക്ക് ഇദ്ദേഹം കിടക്കുകയാണ്. അവിടെ അങ്ങ് ഭയങ്കര വാടകയുമുണ്ട്, നിറയെ ഈച്ചയും ഒക്കെ ആയിട്ട് കിടക്കുക. ആ ഭാഗത്തോട്ട് ആരും പോകുന്നുമില്ല. ഞാൻ കടന്നു ചെന്ന് അവിടുത്തെ മേശിലോട് ചോദിച്ചു, എന്താ അവിടെ എന്തോന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത്, ഇന്ന കണക്ക് ഒരാൾ ക്യാൻസറായിട്ട് കിടക്കുക. അദ്ദേഹത്തിൻ്റെ ഈ കവിൾ ഭാഗം മൊത്തം അഴുകിയിട്ട് അത് തുരന്ന അസ്ഥികളൊക്കെ വെളിയിൽ വന്ന ഒരവസ്ഥയിൽ കിടക്കുകയാണ്. വാസ്തവത്തിൽ അത് കണ്ടപ്പോൾ എനിക്ക് ദൈവത്തോട് വലിയൊരു അപേക്ഷ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ആ മനുഷ്യനെ ഒന്ന് പരിചരിക്കാൻ എനിക്ക് കഴിയണം കർത്താവേ. എന്നാൽ എനിക്ക് പേടിയുണ്ട്, ക്യാൻസർ അങ്ങനെ പകരുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അതിനെ പേടിക്കുകയും ചെയ്തു. എങ്കിലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇദ്ദേഹം 3-4 ദിവസമായി അദ്ദേഹത്തിന് കൊടുത്ത ഭക്ഷണം അദ്ദേഹം കഴിച്ചിട്ടില്ല. കഴിക്കാൻ ആരെങ്കിലും എടുത്ത് ഇതിലേ കൂടെ വച്ച് കൊടുത്താൽ മാത്രമേ അത് ഇറങ്ങുകയുള്ളൂ. വായൊന്നും തുറക്കാൻ കഴിയാത്തൊരു മനുഷ്യന്. അങ്ങനെ ബെല്ലടിച്ചു, ഞങ്ങൾക്ക് തിരിച്ചു കയറാനുള്ള ബെല്ലടിച്ച് ഞാൻ കടന്നുപോയി. ഞാൻ മുറിയിൽ ചെന്ന് ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി. ഞാൻ വളരെയധികം കണ്ണുനീരോട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഒപ്പം എൻ്റെ മനസ്സിലുള്ള ഭയവും ഞാൻ ദൈവത്തെ അറിയിച്ചു, ദൈവമേ, എനിക്ക് ഈ അസുഖത്തെക്കുറിച്ച് ഒന്നും അറിയില്ല, അതിന് മുമ്പിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും എനിക്കറിയില്ല. എങ്കിലും കർത്താവ് ചെയ്ത ആ പ്രവൃത്തികളെ മാതൃകയാക്കി ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്. അടുത്ത ദിവസം കടന്നു ചെല്ലുമ്പോൾ ഇദ്ദേഹം വേദനയുള്ള ഭാഗം മുകളിലും മറ്റു ഭാഗം ഇങ്ങനെ ചരിച്ചും കിടക്കുക. ഞാൻ ചെല്ലുമ്പോൾ ഇദ്ദേഹം കിടക്കുന്ന കാലം തൊട്ട് അതുവരെ അദ്ദേഹത്തിൻ്റെ നഖം വളർന്നിട്ട് പരസ്പരം കൈവേളയിലേക്ക് മടങ്ങിയെത്തുന്ന ഒരവസ്ഥയിലാണ് അദ്ദേഹം. ഞാൻ അവിടെ ചെന്ന് ബാർബറുടെ കയ്യിൽ നിന്ന് ഒരു ബ്ലേഡ് വാങ്ങിച്ച് അദ്ദേഹത്തിൻ്റെ കൈകാലുകളുടെ നഖങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കി അദ്ദേഹത്തെ തുടച്ച് ബാത്റൂമിൽ കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അദ്ദേഹത്തിന് കൊണ്ടുവന്ന ഭക്ഷണം ആ ബ്രെഡ് മുക്കി പാലിൽ മുക്കി ആ കവിളിലെ ദ്വാരത്തിൽ കൂടെ തള്ളി അകത്തേക്ക് ഒഴിച്ച് ശകലം പാൽ ഒഴിച്ച് കൊടുത്തു. ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോഴേക്ക് പിന്നെയും മണിയടിച്ചു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് കടന്നുപോയി. റൂമിലേക്ക് കടന്നു ചെന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. കർത്താവ് സ്തോത്രം എനിക്ക് വേണ്ടി ചെയ്തത് എത്ര വലിയ, ഞാൻ ഇതിനേക്കാൾ ആ പാവപ്പെട്ടവൻ ആ പ്രിയ സഹോദരന് ക്യാൻസർ വന്ന് ആ ഒരു അനുഭവത്തിൽ കിടക്കുന്നുവെങ്കിലും എന്നെ കണക്ക് ഒരു കുറ്റവാളിയൊന്നുമല്ല അദ്ദേഹം നിരപരാധിയായ ഒരു മനുഷ്യനായിരുന്നു. ഞാനോ മനഃപൂർവ്വം എൻ്റെ സ്വന്തം സ്നേഹിതനെ, എൻ്റെ സഹോദര തുല്യനായവനെ ഞാൻ അതിമൃഗീയമായി കൊല ചെയ്തൊരു മനുഷ്യനാണ്. അങ്ങനെയുള്ള എന്നെ കർത്താവ് വീണ്ടെടുത്ത് എന്നെ എൻ്റെ പാപത്തിൻ്റെ ആ കുറ്റബോധത്തിൽ നിന്ന് എനിക്ക് മോചനം തന്ന് ഒരു ദൈവപൈതലായി ദൈവത്തെ അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള ഭാഗ്യം തന്നത് ഞാൻ വളരെ നന്ദിപൂർവ്വം ദൈവസന്നിധിയിൽ ഓർക്കുകയുണ്ടായി. അതിനുശേഷം ഞാൻ പരോളിനുള്ള അവസരം എനിക്കുണ്ടായിരുന്നു. ഞാൻ പരോളിന് പോകാൻ മനഃപൂർവ്വം തയ്യാറായില്ലെന്ന് വെച്ചാൽ ഞങ്ങൾ 11 മക്കളാണ്. എനിക്ക് 7 സഹോദരിമാരുണ്ട്. ഞാൻ ഏതെങ്കിലും കാരണവശാൽ പുറത്ത് വരുമ്പോൾ ഞാൻ ഈ എൻ്റെ സഹോദരൻ്റെ ബന്ധുക്കളുണ്ട്. അവർക്ക് ഏതെങ്കിലും കാരണവശാൽ എന്നോടൊരു വിരോധമുണ്ടെങ്കിൽ അത് മുഖാന്തരം എല്ലാവർക്കും പ്രയാസമാകുമെന്ന് കരുതി ഞാൻ പരോൾ വേണ്ടെന്ന് വെച്ചിരുന്നു. എന്നാൽ ഒരു ദിവസം എൻ്റെ അപ്പന് വളരെ സീരിയസായി മരണാസന്ന നിലയിലായപ്പോൾ എമർജൻസി ആയിട്ട് എനിക്ക് പരോൾ അനുവദിച്ചു. അങ്ങനെ ഞാൻ കടന്നുപോയി ചെല്ലുമ്പോൾ എൻ്റെ അപ്പൻ ICUവിൽ കിടക്കുകയാണ്. ഞാനിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ബസ്സിലിരിക്കുമ്പോഴേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, അവിടെ ചെന്ന് അപ്പൻ്റെ ഈ നിർജീവമായ അവസ്ഥ കാണാൻ എനിക്കിടയാകരുത്. ഒന്നുകിൽ ഞാൻ പോകുന്നത് കൊണ്ട് എൻ്റെ അപ്പൻ രക്ഷിക്കപ്പെട്ടാൽ ഞാൻ അപ്പനെ നേടിയെന്നുള്ള ഒരു സമാധാനത്തിൽ എനിക്ക് തിരിച്ചു വരാം. അതുകൊണ്ട് കർത്താവ് അവിടെ ഇടപെടണമെന്ന് പറഞ്ഞ് ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ കൂടെ ജയിലിൽ കിടന്ന ഒരു സഹോദരൻ അവിടെ എന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹവും ഞാനുമായിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അല്പസമയത്തിന് ശേഷം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് കയറി കാണാൻ പറഞ്ഞു. ഞാൻ കയറി കണ്ടു. അപ്പനോട് അപ്പനൊന്നും മിണ്ടാൻ പറ്റില്ല. ഞാൻ അപ്പനോട് എൻ്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്നു. പിറ്റേ ദിവസം ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി എൻ്റെ അപ്പനെ പൂർണ്ണ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ അവിടെ നിന്ന് ഇറക്കാൻ തക്കൊണ്ട് ഇടയായിത്തീർന്നു. കടന്നു വന്നതിന് ശേഷം അപ്പനോട് പൂർണ്ണമായി സുവിശേഷം പറയുവാനും അപ്പൻ മാനസാന്തരപ്പെടുവാനും രക്ഷിക്കപ്പെട്ട് ദൈവമക്കളോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാനും തക്കവണ്ണം ഇടയായിത്തീർന്നു. തുടർന്ന് എൻ്റെ മാതാവും രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്തേക്ക് വരുവാൻ ഇടയായിത്തീർന്നു. ഇപ്പോൾ രണ്ടുപേരും ജീവിച്ചിരിപ്പില്ല, എങ്കിലും വളരെ പ്രത്യാശയോടെ അവർക്ക് കർത്താവിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം കൊണ്ട് തുടർന്ന് ഞാൻ അവിടെ നിന്ന് പുറത്ത് വന്ന്
പല ചർച്ചകളിലായിട്ട് അന്ന് ഞാൻ ഇപ്പോഴിരിക്കുന്ന PMC ചർച്ചിൽ സ്റ്റാൻലി പാസ്റ്റർ ചർച്ചിലാണ്. അവിടെ അതിനു മുമ്പ് ഞാൻ പല ചർച്ചകളിലായിട്ട് ദൈവത്തെ ആരാധിച്ചു. പ്രത്യേകിച്ച് ചർച്ച് ഒന്നും ഒരു ലക്ഷ്യമായിട്ടല്ല, ദൈവത്തെ ആരാധിക്കണം, അതിന് സഭ വേണം. അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ദൈവത്തെ ആരാധിപ്പാൻ ദൈവമക്കളോട് കൂടെ നടന്ന് അവരോടൊപ്പം സുവിശേഷ വേലയിൽ അവർക്ക് പങ്കാവാന് ഒപ്പം നിൽക്കാനും ഒക്കെ ദൈവം എന്നെ സഹായിച്ചു. ഇപ്പോഴും ഞാൻ PMCയുടെ ചർച്ചിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പുറത്തു വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു തുണ വേണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ യാദൃച്ഛ്യമായിട്ടൊരു സഹോദരിയെ കണ്ടുമുട്ടാനിടയായി. മാതാപിതാക്കളില്ലാത്തൊരു സഹോദരി ആയതുകൊണ്ടും ജന്മന അല്പം ജന്മവൈകല്യങ്ങൾ, ആന്തരിക വൈകല്യങ്ങളുള്ളത് കൊണ്ടും അത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ആ സഹോദരിയെ എൻ്റെ ജീവിത പങ്കാളിയായിട്ടെടുത്തു. എങ്കിലും ആ സഹോദരി രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ തടവറകളിലിരുന്ന് ചിന്തിച്ചത് പ്രകാരം എൻ്റെ മനസ്സിൽ ചില ആഗ്രഹങ്ങളുണ്ടായി. തടവറയിൽ കിടന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും കർത്താവിൻ്റെ നാമത്തിൽ എന്നുള്ളത്. അങ്ങനെ ഞാനും എൻ്റെ കൂടെയുള്ള വിശ്വാസികളായ ദൈവമക്കളും ചേർന്ന് ചില തീരുമാനങ്ങളെടുത്തു. പുറത്തു പോകുമ്പോൾ തടവുകാരൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സുവിശേഷ പ്രവർത്തനം ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും അവധി ദിവസങ്ങളിൽ ഞങ്ങളുടെ പൂർണ്ണ സമയവും തടവറയിൽ ചർച്ചിനകത്തായിരിക്കും. അവിടെ നിന്ന് ഞങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനമെടുത്ത് പ്രിസണേഴ്സ് ഗോസ്പൽ ടീമെന്നും പറഞ്ഞ് ഒരു സുവിശേഷ പ്രവർത്തനം തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു. വളരെ വ്യത്യസ്തമായ അടിസ്ഥാനത്തിലാണ് ഞങ്ങളത് തുടങ്ങിയത്. ഇതിന് പ്രവർത്തിക്കുവാനും മറ്റുമുള്ള സാമ്പത്തികം അവരവരുടെ തൊഴിൽ ചെയ്ത് കണ്ടെത്തണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ വ്യവസ്ഥ. അതിന് പ്രകാരം ദൈവം ഞങ്ങൾക്ക് സംഘടന രൂപീകരിക്കാനുമൊക്കെ കൃപ ചെയ്തു. എന്നെ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് വയ്ക്കാൻ അവർ ആഗ്രഹിച്ചു. പക്ഷേ ഞാൻ ഒരു സ്ഥാനവും ആഗ്രഹിച്ചില്ല. എൻ്റെ സഹോദരന്മാർ അതിൻ്റെ മറ്റ് സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ട് ആ പ്രവർത്തനം എന്നും തുടരുന്നു. ഞാൻ മറ്റൊരു കാര്യം, തടവറയിലായിരുന്നപ്പോൾ എനിക്ക് വിദ്യാഭ്യാസമില്ലല്ലോ, എഴുതാനും വായിക്കാനും അറിയില്ല. ഞാൻ വചനം വായിക്കാൻ തുടങ്ങി. വചനം വായിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം തോന്നിയതാണ്. അവിടെ അന്ന് സാക്ഷരതയുടെ കാലമാണ്. കേരളം സമ്പൂർണ്ണ സാക്ഷരത വഹിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തനം തുടങ്ങിയ സമയമായിരുന്നു. അങ്ങനെ അവിടെയും സാക്ഷരതയുടെ കുറേ പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്ന് അത് പഠിപ്പിക്കാനുള്ള പുസ്തകം, പഠിക്കാനുള്ള പുസ്തകമൊക്കെ. അങ്ങനെ ഞാൻ സ്വയം സാക്ഷരത പഠിച്ച് നേടിയതിന് ശേഷം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ദൈവം അതിനുള്ള അവസരം എനിക്ക് തന്നു. അത് വളരെ പ്രയോജനപ്പെടുത്താനും എനിക്ക് പറ്റി. അതാണ്ട് 40-40ഓളം പേരെ അക്ഷരം പഠിപ്പിക്കുവാനും മനുഷ്യന് വാസ്തവത്തിൽ അക്ഷരത്തോടുള്ള ദാഹം എത്ര വലുതാണെന്ന് അറിയാൻ അതുവഴി എനിക്ക് സാധിച്ചു. ചില കുട്ടികൾ കെഞ്ചുന്ന കണക്ക് അക്ഷരം പഠിക്കാൻ കെഞ്ചി വന്ന അനുഭവം എനിക്കുണ്ട്. അവർ എൻ്റെ അടുക്കൽ നിന്ന് ആ അക്ഷരം പഠിച്ച് എഴുതാനും വായിക്കാനും പഠിച്ചതിന് ശേഷം അവർ കടന്നുപോയി പരോളിന് പോയിട്ട് അവർ സ്വന്തം കൈപ്പടയിൽ വീട്ടിൽ നിന്നും തിരിച്ച് എനിക്ക് കത്തയച്ചപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു. കാര്യം എനിക്ക് അത്രയും ചെയ്യാൻ സാധിച്ചല്ലോ, ദൈവം എന്നെ അതിനുവേണ്ടി പ്രാപ്തനാക്കിയല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഈ എൻ്റെ കൂടെ ആ ക്യാൻസർ ബാധിച്ച് സെല്ലിൽ കിടന്ന സഹോദരൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തെ ആരെങ്കിലും ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ജയിലിൽ നിന്ന് കൊണ്ടുപോകാം. അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ വരണം. അങ്ങനെ ഞാൻ മുൻകൈ എടുത്ത് ജയിലറെ കണ്ട് ഞാൻ കാര്യം പറഞ്ഞു. സാറേ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അയക്കാൻ ഒരു മാർഗം ചെയ്യണം. ഇവിടെ കിടന്നാൽ അദ്ദേഹത്തെ നോക്കാൻ ആരുമില്ല. അദ്ദേഹം ഇങ്ങനെ കിടന്ന് ചീഞ്ഞ് നാറി എല്ലാവർക്കും വെറുപ്പുമായി, മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടുമാകുന്നു. അതുകൊണ്ട് അതിന് മുൻകൈ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവരുടെ വീടുമായിട്ട് ബന്ധപ്പെടാൻ ആളില്ല. അങ്ങനെ അവിടെ ആരാധനയ്ക്ക് പുറത്തു നിന്ന് കടന്നു വന്ന ദൈവദാസന്മാരോട് ഞാൻ ഈ വിവരം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ടൊന്ന് ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും, അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ കണ്ട് ഈ പിതാവിനെ കൊണ്ടുപോയി അവസാന കാലം, അദ്ദേഹം ഇനി അധികകാലം ജീവിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. അദ്ദേഹത്തെ കൊണ്ടുപോയി 2 ദിവസമെങ്കിലും ഒന്ന് ശുശ്രൂഷിച്ച് സംരക്ഷിച്ചാൽ അദ്ദേഹത്തിന് അത്രയും ആശ്വാസമാകുമല്ലോ. അങ്ങനെ ദൈവദാസന്മാരോട് പറഞ്ഞത് പ്രകാരം അവർ ആ ആഴ്ച തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ അടുക്കൽ കടന്നു ചെന്ന് ആ മകനെ ഈ ജയിലിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ തക്കണം ഇടയായി. എന്നാൽ ആ മകൻ്റെ മനോഭാവം തന്തയോട് വളരെ വിരോധം നിറഞ്ഞതായിരുന്നു. ആ മകൻ്റെ മനസ്സിൽ പൂർണ്ണമായും അദ്ദേഹം മാതാവിനെ കൊല ചെയ്തു എന്നുള്ള വിശ്വാസത്തിലായിരുന്നു.
എന്നാൽ അവിടെ അതിനകത്ത് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനെ കണ്ട് സംസാരിക്കാൻ ഞങ്ങൾക്കിടയായി. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ സാഹചര്യം വെച്ച് മാത്രമേ അദ്ദേഹത്തെ കണ്ടുള്ളൂ, അദ്ദേഹം വാസ്തവത്തിൽ അങ്ങനെ ചെയ്തില്ല. ഇവിടെ ഇതിനകത്ത് അദ്ദേഹത്തിന് ചെയ്തിട്ടുണ്ടെങ്കിൽ തുറന്നു പറയാൻ മടിക്കേണ്ട കാര്യമില്ല. അതിനേക്കാൾ ഹീനമായ പ്രവൃത്തി ചെയ്തവർ കിടക്കുന്ന തടവറയായത്. ഇതിനകത്ത് അദ്ദേഹം അത് മറയ്ക്കത്തില്ല. നിങ്ങളോട് ചിലപ്പോൾ മറച്ചേക്കാം, ഞങ്ങളോട് മറയ്ക്കില്ല. അങ്ങനെ ആ സഹോദരന് ദൈവസന്നിധിയിൽ മാനസാന്തരം ഉണ്ടായെന്നല്ല, ഞങ്ങൾ പറഞ്ഞതിലൊരു മാനസാന്തരം ഉണ്ടായിട്ട് അദ്ദേഹം തന്തയെ കൊണ്ടുപോകാൻ റെഡിയായി. അതിൻ്റെ 3-ാമത്തെ ദിവസം വന്ന് അദ്ദേഹത്തെ കൊണ്ടുപോയി. 1 മാസം അദ്ദേഹം വീട്ടിൽ ജീവിച്ചു. അതിനുശേഷം അദ്ദേഹം മരണമടഞ്ഞു. ഇതൊക്കെ സംഭവിക്കുമ്പോഴും ദൈവസന്നിധിയിൽ ഇതിനൊക്കെ കർത്താവ് എന്നെ ഒരു ഭാഗമാക്കിയതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. സ്തോത്രം. അതുപോലെ തന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് ജയിലിൽ ശിക്ഷ എനിക്ക് ഏതാണ്ട് 9 വർഷം ശിക്ഷ കഴിഞ്ഞപ്പോൾ എന്നെ നല്ല നടപ്പിന് അവിടെ നിന്ന് മോചിപ്പിക്കുകയാണ് ഉണ്ടായത്. ദൈവം അവിടെയും എനിക്ക് വലിയ ചെയ്തു. കാരണം ഞാൻ 9 വർഷം ശിക്ഷ കഴിഞ്ഞപ്പോൾ 14 വർഷം ശിക്ഷയായ എന്നേക്കാൾ സീനിയറായ മനുഷ്യർ അവിടെ കിടക്കുകയാണ്. അതിനകത്ത് ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ഉള്ള നല്ല നടപ്പും പ്രവൃത്തിയും കാരണം അവരെനിക്ക് തന്ന മാർക്കാണ് എന്നെ അത്രയും നേരത്തെ പുറത്തേക്ക് വരാൻ ഇടയാക്കിയത്. ഞങ്ങൾ ഇതുപോലെ ഒരു ഞായറാഴ്ച ആരാധന കൂടി ദൈവസന്നിധിയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ റിലീസ് ഓർഡർ വരുന്നത്. ഞങ്ങളെല്ലാവരും വളരെ ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ റിലീസ് ഓർഡറുമായിട്ട് പുറത്ത് തടവുകാർ കൂടി നിൽക്കുകയാണ്. ഞാൻ ഒന്നും അറിയുന്നില്ല. ആരാധന കഴിഞ്ഞപ്പോൾ ഈ പുറത്തു നിന്ന് അവിശ്വാസികളായ സഹോദരന്മാരെല്ലാം കൂടെ ചാടി ചർച്ചിനകത്ത് കയറി എന്നെ പൂക്കയെടുത്ത് വെളിയിലിറങ്ങി അടിക്കാനും ചവിട്ടാനും, ഉദാഹരണം അവരുടെ സ്നേഹപ്രകടനം. നിനക്ക് മോചനം ആയെന്നും പറഞ്ഞ് എന്നെ പുറത്തേക്ക് കൊണ്ടുപോയി. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നന്ദി കൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞു തുളുമ്പി. ഞാൻ അവിടെ നിന്ന് പുറത്ത് ചെന്ന് നേരെ ചെന്ന് എൻ്റെ ജയിലറെ കണ്ടു. ജയിൽ ഉദ്യോഗസ്ഥന് അദ്ദേഹമാണ് മാർക്കിടുന്നത്. അദ്ദേഹത്തോട് ഞാൻ ചെന്ന് നന്ദി പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു ആദ്യമേ, എടാ ബോർഡ് പാസ്സാക്കുമ്പം ഞാൻ നിനക്ക് മാർക്കിടും, പക്ഷെ നീ പോയാലും മേലാൽ ഒരിക്കലും ഈ ജയിലിലേക്ക് തിരിച്ചു വരാനോ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഇടപെടാനോ ഇടയാകരുത്. ഞാൻ പറഞ്ഞില്ല സാറേ, ഒരിക്കലുമില്ല. ഇതെൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ അറിവില്ലായ്മയിൽ പറ്റിപ്പോയൊരു കാര്യമാണ്. അന്നത് ചെയ്തപ്പോൾ ഞാൻ അതിനെ ഒരുപാട് ന്യായീകരിച്ച് ഞാൻ ചെയ്ത ഏതോ വീരകൃത്യമാണെന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല സാറേ, ഇനി ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ടാകില്ല. ഞാൻ ഇനിയുള്ള കാലം മുഴുവനും എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എൻ്റെ ആയുഷ്കാലം ഞാൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ഞാൻ വളരെ ആഗ്രഹിക്കുന്നുവെന്നും പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതിനുശേഷം എന്നെ അവിടെ നിന്ന് യാത്രയാക്കി രാത്രി 9-10 മണിയായപ്പോൾ സെൻട്രൽ ജയിലിൽ നിന്ന് അവിടെ റിലീസ് ചെയ്തു. ഞാൻ കടന്നു ട്രാൻസ്പോർട്ടിൽ കയറി ചിന്നക്കട എത്തി. അങ്ങനെ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥന്മാർ വന്ന് എന്നെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് എൻ്റെ വീട്ടിൽ കൊണ്ടെത്തിക്കുകയും ചെയ്തു. അതിനുശേഷം ഉള്ള കാലം മുഴുവനും ഞാൻ തടവറയിൽ നിന്നുള്ള എൻ്റെ സഹോദരന്മാരുമായിട്ട് ഈ കേരളത്തിൻ്റെ പല ജില്ലകളിലും കടന്നുപോയി ദൈവവചനം ഘോഷിക്കാൻ, കർത്താവിൻ്റെ വേല ചെയ്യുവാനൊക്കെ ദൈവം എനിക്ക് അവസരം തന്നു. അനേകരോട് ദൈവവചനം പറയുവാനും അനേകരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ എൻ്റെ സഹോദരന്മാരാൽ സഹായിച്ചു. ഇപ്പോഴും കിട്ടുന്ന അവസരങ്ങളിൽ മറ്റുള്ളവരോട് വചനം അറിയിക്കുവാൻ ദൈവം എനിക്ക് അവസരം തരുന്നു. ഇപ്പോൾ ഞാൻ PMG സഭയോടുള്ള ബന്ധത്തിൽ പാസ്റ്റർ സ്റ്റാൻലിയുടെ ചർച്ചിൽ കൂടി ദൈവത്തെ ആരാധിച്ചു പോവുകയാണ്. വലിയ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടെങ്കിലും എൻ്റെ ജീവിത ചുറ്റുപാടുകൾ ഇപ്പോൾ എനിക്ക് അതിന് തക്കവണ്ണം പ്രവർത്തിക്കാൻ സാധ്യമല്ല. കാരണം ഞാൻ ജീവിക്കുന്ന എൻ്റെ ചുറ്റുപാട്, ഞാൻ വാടക വീട്ടിൽ താമസിക്കുന്നു. പിന്നെ എൻ്റെ ഭാര്യ, ഞങ്ങൾക്ക് കുട്ടികളില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ദൈവവേലയിൽ എനിക്ക് വളരെ തടസ്സങ്ങളുണ്ട്. എന്നാലും ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, അതിനുവേണ്ടി അവസരം എപ്പോൾ കിട്ടുന്നു എന്ന് നോക്കി നടക്കുകയാണ്. ഇനി മേലിൽ കിട്ടുന്ന അവസരം ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് പ്രിയ ദൈവമക്കളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ഇന്ന് ലഭിക്കുന്ന അവസരങ്ങളിലെല്ലാം മറ്റുള്ളവരോട് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ സുവിശേഷത്തെ പങ്കുവയ്ക്കുകയാണ് യേശുദാസ്.